ഒരു റീസൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരാൾക്കൊരു വേദനയോ അല്ലെങ്കിൽ ക്ഷീണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് ഇത് ഫൈബ്രോമയാൾജിയ ആണെന്ന്. ഗുഡ് മോർണിംഗ്, ഞാൻ ഡോക്ടർ സായി കൃഷ്ണ. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാം. കൂടുതലും ഇതിന് കണ്ടുവരുന്നത് ഒരു ഡൾ പെയിൻ, നമ്മുടെ മസിൽസിലും ജോയിൻസിനും ഒരു ഡള്ളായിട്ട് ഒരു കണ്ടിന്യൂസ് പെയിൻ ആയിരിക്കും, എപ്പോഴും ഉണ്ടാവും. ചിലപ്പം രാത്രി സമയങ്ങളിൽ അത് കുറച്ച് കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ സിംറ്റം എന്ന് പറയുന്നത്. ഒരു ക്ഷീണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൂടുതലും ഒരു വൈറ്റമിൻ ഡി നോക്കാം, അല്ലെങ്കിൽ ഫുഡിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കും. പക്ഷേ അതൊക്കെ നോർമലാണെങ്കിലും ആ ക്ഷീണം മാറത്തില്ല. കോഗ്നിറ്റീവ് ഡിസോർഡർ, എന്തെങ്കിലും നമുക്ക് കറക്റ്റായിട്ടൊരു കോർഡിനേറ്റ് ചെയ്ത് നമുക്കത് എന്തെങ്കിലും ചെയ്യാനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഒരു അൺഐഡൻറ്റിഫൈഡ് റീസണുള്ള ഒരു മൈഗ്രെയിൻ, അല്ലെങ്കിൽ TMJ അതായത് ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റിനുണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻസ്, അതും ഈ ഫൈബ്രോമയാൾജിയുടെ ഒരു ടിപ്പിക്കൽ സിംറ്റംസ് ആണ്. ഇത് സംഭവിക്കുന്ന ഒരു ജനറ്റിക്കൽ ഡിസോർഡറായിട്ടാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. ബ്രെയിൻ സ്റ്റിമുലൈ, അതായത് നമുക്ക് ഒരു റെസപ്റ്റേഴ്സും സ്റ്റിമുലസും, അതായത് ബ്രെയിനിൽ നിന്ന് നമ്മുടെ സെൽസിലേക്കും അല്ലെങ്കിൽ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് എത്തിക്കേണ്ട ഒരു സ്റ്റിമുലസിലുണ്ടാവുന്ന ഒരു വേരിയേഷൻ, അതിൽ നിന്നാണ് പലപ്പോഴും ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. പിന്നെ ഒരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സാണ്. ജോലി അല്ലെങ്കിൽ യാത്രകളോ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ്, ഈവൻ ഫിസിക്കൽ സ്ട്രെസ്സും മെൻ്റൽ സ്ട്രെസ്സും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാം ഇങ്ങനെയുള്ള കണ്ടീഷൻസ്. ആദ്യം നമ്മൾ ധരിക്കുക കൂടുതൽ ഇതൊരു ആർത്രൈറ്റിസ് ആയിട്ടായിരിക്കും, കാരണം സിംറ്റംസ് കൂടുതലും കാണിക്കുന്ന ഒരു ആർത്രൈറ്റിസ് പോലെ ആയിരിക്കും. പക്ഷെ നമ്മൾ ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം നോക്കുമ്പം എല്ലാം നോർമലായിരിക്കും. ഉദാഹരണത്തിന് RA അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ബാക്കി അത് CRP ഒക്കെ നോർമലായിരിക്കാം. പക്ഷേങ്കിൽ നമുക്ക് ആ റീസൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്കിതിന് വളരെ ഫലപ്രദമായൊരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് നമുക്ക് ആയുർവേദത്തിൽ. ജനറലി പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാനാണ് കൂടുതലും ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുക. പക്ഷേങ്കിൽ അതുകൊണ്ടൊരു സൊല്യൂഷൻ ആവുന്നില്ല. ഇതിന് നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്കിതിന് ഏറ്റവും ആവശ്യം. ഒരു 14 ഡേയ്സ് നമുക്കൊരു ഇൻപേഷ്യൻ്റ് രീതിയിലൊരു ട്രീറ്റ്മെൻറ്റ്. അതിനകത്തിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഒരു ഡീടോക്സിഫിക്കേഷനാണ്. ആദ്യം സ്നേഹപാനം പോലുള്ള ക്രിയകൾ ഒരു 3-4 ദിവസം ചെയ്തുകൊണ്ട് നമ്മളൊരു വിരേചനം ചെയ്തൊരു ഡീറ്റോക്സ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിന് ശേഷമായിരിക്കും നമ്മൾ പൂർവ്വകർമ്മങ്ങൾ, അതായത് നമ്മുടെ കിഴികളോ അല്ലെങ്കിൽ മറ്റ് അഭ്യംഗമോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ അതിന് ശേഷമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കൂടാതെ തന്നെ ശിരോധാര, നസ്യം പോലുള്ള കർമ്മങ്ങളുണ്ട്. ഇത് രണ്ടും നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം, അതായത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇമോഷൻസിനെ ഒന്നുകൂടെ ബാലൻസ് ചെയ്യാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതും ചെയ്ത് ബാക്കി നമ്മൾ ഞവരെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മസിൽസിനെയും നമുക്ക് ആ സ്റ്റിമുലസിനെയും കുറച്ചുകൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇതായിരിക്കും ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ.